ചേട്ടാ ഇത് പിള്ളേർ കളിക്കാനുള്ള സാധനമില്ലാന്ന് പറഞ്ഞല്ലേ. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ഋതുവിന്റെ കോൺസെൻട്രേഷൻ കളയാണ്ട് പൊക്കോണം. ഡാ നിന്റെ ചേച്ചി ആ കുട്ടിമോന്റെ ചേച്ചിയാന്നോ? ആ അതെന്റെ കസിൻ സിസ്റ്ററാ. കൊള്ളാലോ. എന്നാ ചേച്ചിയുടെ പേരെന്നാ? ഡേസി ചേച്ചി. ഡേയ്സ് ചേച്ചി. ആ എവിടെ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ആ ഇവിടെ തന്നെ കുറച്ച് ദൂരം. ഏത് കോളേജിലാ? കോളേജ്. സെന്റ് തോമസ്. ആ അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച് ആ നേരം. കുറച്ചേരം കൂടെ ഉണ്ടാവും. മോനിങ് വന്നേ ചോദിക്കട്ടെ. ആ. അല്ല മോന്റെ പേരെന്നാന്ന് പറഞ്ഞേ? മിലൻ. എന്താ തുറക്കാത്തെ? ഇത്ര താമസം എനിക്കൊരു കാര്യം പറയണം. ഇയാളാരാ? അലക്സിന്റെ ഫ്രണ്ട് ആവും. പുള്ളി ഓവറായി പോയി, ബ്ലാക്ക് ഔട്ട് ആയി. അതെ ചേട്ടായി, ആ പെണ്ണ് ശരിയല്ല. അവൾക്ക് ലൂസ് തന്നേ. കുറച്ചു വട്ടമൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. നീ ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആക്കല്ലേ പ്ലീസ്. നീ മാനേജ് ചെയ്യ്. ചേട്ടാ എന്ത് ഇത്ര ഞാൻ ഒരു ഭ്രാന്തിലൂടെ ജീവിക്കാനോ? ഇത് പ്രാന്തൊന്നും അല്ല റോഹൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. നീ അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്, അവിടെ എനിക്ക് നല്ല ചികിത്സ ഉണ്ടാവില്ലേ? ചേട്ടാ എന്തോ പറയുന്നത്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അങ്ങേര് നമ്മുടെ വീട്ടില് ചെറുക്കനെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത പ്രശ്നമുണ്ടെന്നല്ലേ. അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാഞ്ഞേ. ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നാലും നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഗൂഗിളിൽ ജോലി എന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചു വന്നിട്ട് PG തോറ്റ് അവിടെ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിണ്ടാതിരിക്കുവോ? ഇനിയിപ്പോ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം സംഭവിച്ചേക്കുന്നത് അലൈന് വേണ്ടിയിട്ടാ. നീ എന്നെ വിശ്വസിക്ക്. തൽക്കാലം നീ പുറത്തേക്ക് പോകണം. ഇല്ലില്ല, ഞാൻ വരാം. വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം പ്ലീസ്. ഞാൻ വരാവുന്നേ. വാടാ ഐസ്ക്രീം കഴിക്കാം. എന്തായി? ഇത് നടക്കട്ടെ ചായ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആഹാ, അതെന്ന് പറയുന്നതിനെ ബ്രെയിൻ വാഷ് ചെയ്തല്ലേ? മോനെ രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധോഴിയെന്ന് നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായനെ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ലാത്ത പ്രശ്നം. ഇവിടെ നിൽക്കായിരുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നത് അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോവാം. മോനെ റോഹ, മറ്റൊന്നും വിചാരിക്കണ്ട. അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ, അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരകത്തുമ്പോ വാഴ വെട്ടാൻ നിക്കലോ മച്ചാ? വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം. നിങ്ങളത് ചെല്ല് തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടാ,
അടിച്ചിത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്.